അമ്പലത്തിന് സൈഡിലൂടെയുള്ള ചെറിയ റോഡിലൂടെ ഒരു 200 മീറ്റർ മുന്നോട്ട് ചെന്നാൽ അവിടെ റോഡ് അവസാനിക്കുകയും നമ്മുടെ മനോഹരമായൊരു ദൃശ്യത്തിലേക്കാണ് നമ്മൾ കൊണ്ടെത്തിച്ചേരുക. കായൽ വന്ന് കടലിലേക്ക് ലയിക്കുന്ന മനോഹരമായ ദൃശ്യം. എത്ര കണ്ടാലും മതി വരാത്ത, നമ്മൾ നോക്കി നിന്നു പോകുന്ന സുന്ദര നിമിഷങ്ങളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ, അതായത് കൊല്ലം ജില്ല മൊത്തത്തിലെടുക്കുകയാണെങ്കിൽ തന്നെ ഇത്രയും മത്സ്യസമ്പത്തുള്ള ഒരു ദേശം ലോകത്ത് മറ്റെങ്ങും കാണില്ല എന്നാണ് തന്നെ പറയുന്നത്. നമ്മുടെ പ്രിയങ്കരനായ മമ്മൂട്ടി ഒരിക്കൽ പറഞ്ഞതുപോലെ, കൊല്ലം ഒരു വളരെ വ്യത്യസ്തമായ ജനസമൂഹമുള്ള സ്ഥലമാണ്. കൊല്ലത്തില്ലാത്തതൊന്നുമില്ല. ഞാൻ ഹോട്ടലിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ഇവിടുത്തെ മത്സ്യസമ്പത്തിനെ പറ്റി പറയുന്നത്, ഇത്രയും നല്ല മീൻ കിട്ടുന്നത് ഞങ്ങളുടെ നാട്ടിലാണെന്നായിരുന്നു എൻ്റെ ധാരണ. ഞാൻ ഈ അടുത്ത കാലത്ത് ഷൂട്ടിംഗ് വന്നപ്പോൾ അവിടെ ഈ ഹോട്ടലിൽ ഏറ്റവും നല്ല മീൻ കിട്ടുന്നത് ഇവിടെ തന്നെയാണ്. കൊല്ലം എല്ലാം കൊണ്ടും സമ്പുഷ്ടവും സമ്പന്നവും, നല്ല മനുഷ്യരെ കൊണ്ട് സമ്പന്നമാണ്, നല്ല പ്രകൃതി സമ്പത്തുമാണ്, സമ്പന്നമാണ്. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്നാണ്. അത്രയേറെ പ്രകൃതി അരിഞ്ഞു നൽകിയ മത്സ്യസമ്പത്തുള്ള നമ്മുടെ ഈ ദേശത്തെ നമ്മളിൽ പലരും വേണ്ട വിധം ആ സ്ഥലങ്ങളൊന്നും കാണുകയോ അത് ആസ്വദിക്കാൻ പോകുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയല്ലേ വാസ്തവം. നോക്കൂ, ആ പാലത്തിന് അടിയിലൂടെ ആ കായലിലെ ജലം ഒഴുകി കടലിലേക്ക് ലയിക്കുന്ന ആ മനോഹര ദൃശ്യം ആസ്വദിക്കുന്നു. ഇവിടെ വന്നിട്ടില്ലാത്തവർ ഒരിക്കലെങ്കിലും വന്ന് ഈ സ്ഥലങ്ങളും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഇതേപോലുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇതെല്ലാം കണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ കാണി അവരുടെ ഒരു ദിവസം ഉല്ലാസകരമാക്കാൻ ഇതൊക്കെ തന്നെ ധാരാളം. ഈ മീൻ പിടിക്കുന്ന ഭാഗമെന്ന് പറയുന്നത് കടലും കായലും കൂടെ സംഗമിക്കുന്ന സ്ഥലം. ഇവിടെ ഒരു വ്യത്യസ്ത അനുഭവമാണ്. ഇവിടെ ഈ മീൻ പിടിച്ച് ഉപജീവന മാർഗമാക്കിയേക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കായലിലെ മത്സ്യങ്ങൾക്ക് കടലിലെ ആ വെള്ളത്തിൽ അങ്ങോട്ട് ചെന്ന് അവിടെ ജീവിക്കാനും പറ്റില്ല. കടൽ മത്സ്യങ്ങൾക്ക് ഈ കായൽ വെള്ളത്തിൽ ജീവിക്കാൻ പറ്റില്ല. ഉപ്പ് വെള്ളത്തിൽ ജീവിക്കുന്ന മത്സ്യങ്ങൾക്ക് ഇങ്ങോട്ടും കയറാൻ പറ്റില്ല. അവർക്ക് അബദ്ധം പണയുന്നൊരു ഭാഗമാണിത്. ഇങ്ങോട്ട് വന്ന് കയറുമ്പോൾ അബദ്ധം പണഞ്ഞ് തിരിച്ചിറങ്ങുന്ന വഴിക്ക് അവർ ഈ ചൂണ്ടയിട്ട് നിൽക്കുന്നവരിട്ടേക്കുന്ന ഇരകളിൽ കൊത്തുകയും ഇവിടെ നിന്ന് കടൽ മത്സ്യങ്ങളും കായൽ മത്സ്യങ്ങളും ഒരുപോലെ ലഭിക്കുന്നൊരു സ്ഥലമാണ്. അവർക്കതിൽ അയിലയും ചാളയും പുയ്യാപ്പിളക്കോരയും ഒക്കെ കടൽ മത്സ്യങ്ങളും കായൽ മത്സ്യങ്ങളും എല്ലാം ആ ചൂണ്ടയിൽ കുരുക്കുന്ന ഒരു സംഗമ സ്ഥലമാണത്. ഈ കടൽ മത്സ്യങ്ങളിൽപ്പെടുന്ന ഈലെന്ന് പറയുന്ന പാമ്പിനെ പോലിരിക്കുന്ന ആ ഒരു മത്സ്യം മാത്രമേ കായലിൽ ഈ വെള്ളത്തിലോട്ട് പ്രവേശിക്കുകയുള്ളൂ. അതും അതിൻ്റെ പ്രജനന സമയത്ത് മുട്ട ഇട്ട് ഇടാനായിട്ട് ഈ കായൽ വെള്ളത്തിലാണ് കയറുന്നത്. അത് ഈലെന്ന് പറയുന്നൊരു മത്സ്യത്തിൻ്റെ സവിശേഷതയാണ്. അത് ഇവിടെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് ഏകദേശം ഒരു വളർച്ച എത്തിയതിന് ശേഷം മാത്രമാണ് അവ വീണ്ടും കടലിലേക്ക് പ്രവേശിക്കുന്നത്. അതാണ് നമുക്ക് പലപ്പോഴും വലിയൊരു പാമ്പിനെ പോലെ പൊളയുന്ന മത്സ്യത്തെ ലഭിക്കുന്നത്, കടൽ മത്സ്യം. അങ്ങനെയാണ് ഈ കായലിലും ആറ്റുവശത്തും നമ്മുടെ തോടുകളിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കാനിടയാകുന്നത്. എത്ര കണ്ടാലും മതിവരാത്ത പുഴിക്കര മുറിയിൽ നിന്നും അങ്ങനെ നമ്മൾ തീരദേശ റോഡ് ലക്ഷ്യമാക്കി വീണ്ടും നീങ്ങുകയാണ്.